കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നു. ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഡോക്ടർ കെ.സി. ജോസഫ്, കെ. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു എന്നിവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഉൾപാർട്ടി ജനാധിപത്യം തകർത്ത കെ.എം. മാണിയുമായി സഹകരിക്കാനാകില്ലെന്ന് ആന്റണി രാജു വ്യക്തമാക്കി. ജോസ് കെ. മാണിയെ മന്ത്രിയാക്കാൻ കെ.എം. മാണി ബി.ജെ.പിയുമായി രഹസ്യ ചർച്ച നടത്തിയതായും ആന്റണി രാജു ആരോപിച്ചു. കെ.എം. മാണി പാർട്ടിയെ വാണിജ്യ സ്ഥാപനമാക്കി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. എൽ.ഡി.എഫുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. വർഗീയത ഉയർത്തുന്ന ബി.ജെ.പിയുമായി സഖ്യപ്പെടാനുള്ള കെ.എം. മാണിയുടെ നീക്കം, മന്ത്രിസ്ഥാനത്തിരുന്ന മാണി നടത്തിയ സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ, മക്കൾ രാഷ്ട്രീയം, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കേരള കോൺഗ്രസ് വിടുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആന്റണി രാജു പറഞ്ഞു. ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരള കോൺഗ്രസ് പാർട്ടി അടിയറ വയ്ക്കാനുള്ള ശ്രീ കെ.എം. മാണിയുടെയും ശ്രീ ജോസ് കെ. മാണിയുടെയും ആപത്കരമായ നീക്കവുമായി യോജിക്കാൻ കഴിയില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന് സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടിക്ക് വിശ്വാസ തകർച്ച ഉണ്ടാക്കിയ ശ്രീ കെ.എം. മാണിയുടെ നേതൃത്വം ഇനി അംഗീകരിക്കാൻ കഴിയില്ല. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ.സി. ജോസഫും ഞാനും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കുമെന്നും ഈ മാസം 9-ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. പി.ജെ. ജോസഫ് കെ.എം. മാണിക്കൊപ്പം അധികകാലം നിൽക്കുമെന്ന് കരുതുന്നില്ല. സീറ്റ് മോഹമല്ല പാർട്ടി വിട്ടതിന്റെ പിന്നിലെന്നും ആന്റണി രാജു ആവർത്തിച്ചു പറഞ്ഞു. മത്സരം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ രാജിവെച്ച 3 പേർക്കും സീറ്റ് തന്നുവെന്ന് ഇന്ന് രാവിലെ പി.ജെ. ജോസഫ് സാർ പോലും പ്രഖ്യാപിച്ചല്ലോ. ആന്റണി രാജുവിന് ഉറപ്പുള്ള സീറ്റുകൾ നൽകും, ഉറച്ച സീറ്റ് നൽകും എന്ന് പി.ജെ. ജോസഫ് സാർ പറഞ്ഞല്ലോ. കോതമംഗലം, ഫ്രാൻസിസ്. അപ്പോൾ അതല്ലല്ലോ, സീറ്റല്ലല്ലോ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമാണ്. അതേസമയം കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി കെ.എം. മാണി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഇതിന് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ബാർക്കോഴ കേസ് വന്നപ്പോൾ തന്നെ കെ.എം. മാണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം പകയോടെയാണ് കെ.എം. മാണി തങ്ങളെ കണ്ടതെന്നും ഫ്രാൻസിസ് ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോൾ ഇതൊരു ഒരു വാണിജ്യ സ്ഥാപനം പോലെ പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി വിട്ടവരോട് യോജിപ്പില്ലെന്ന് പി.ജെ. ജോസഫ് വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്ന് ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിലെ പിളർപ്പിനോടുള്ള വിവിധ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. പാർട്ടി വിട്ടുപോയവരോട് യോജിപ്പില്ലെന്നാണ് പി.ജെ. ജോസഫിന്റെ പ്രതികരണം. താൻ പാർട്ടി വിടില്ലെന്നും ജോസഫ് പറഞ്ഞു. അത് നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തുടരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പാർട്ടിയിൽ വിട്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരള കോൺഗ്രസിലെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട് പ്രതികരിച്ചത്. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാകുന്നില്ല. പാർട്ടിയിൽ പിളർപ്പില്ലെന്നും പുറത്തുപോയവർ ഉന്നയിച്ചത് ദുരാരോപണങ്ങളാണെന്നും കേരള കോൺഗ്രസ് എം നേതാവ് ജോയി എബ്രഹാം പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി.ജെ.പിക്കും കോൺഗ്രസിനുമെതിരെ അവർ നിലപാടെടുക്കട്ടെയെന്നും കോടിയേരി പ്രതികരിച്ചു. ഈ പിളർപ്പ് ആശയപരമാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ബി.ജെ.പിക്കും യു.ഡി.എഫിനുമെതിരായുള്ള നിലപാട് സ്വീകരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അത് കേരളത്തിലെ യു.ഡി.എഫിൻ്റെയും ബി.ജെ.പിയുടെയും എതിരായിട്ടുള്ള മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും. ന്യൂസ് ഡെസ്ക്. ലീഗ് 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കും. അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരും പി. ഉബൈദുള്ള മലപ്പുറത്തും മത്സരിക്കും. 4 സിറ്റിംഗ് എം.എൽ.എമാർക്ക് സീറ്റ് നൽകിയിട്ടില്ല. മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറുകയാണെന്ന് സമദാനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം മോശം പ്രകടനത്തിന്റെ പേരിൽ സമദാനി ഒഴിവാക്കപ്പെടുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വിജയിച്ച 20 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ചത്. നിലവിലെ 5 മന്ത്രിമാരും സിറ്റിംഗ് സീറ്റിൽ തന്നെ ജനവിധി തേടും. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും പി.കെ. അബ്ദുറബ്ബ് തിരൂരങ്ങാടിയിലും ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിലും എം.കെ. മുനീർ കോഴിക്കോട് സൗത്തിലും പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴി അലിയും വീണ്ടും മത്സരിക്കും. നിലവിലെ എം.എൽ.എമാരായ അബ്ദുസമദ് സമദാനിക്കും മുഹമ്മദ് ഉണ്ണി ഹാജിക്കും കെ.എൻ.എ. ഖാദറിനും സീറ്റില്ല. വള്ളിക്കുന്നിൽ പി. ഹമീദ് മാസ്റ്ററും കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളും കൊണ്ടോട്ടിയിൽ ടി.വി. ഇബ്രാഹിമും കൊടുവള്ളിയിൽ എം.എ. റസാഖ് മാസ്റ്ററുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമുഖങ്ങൾ. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മണ്ണാർക്കാട് എൻ. ഷംസുദ്ദീൻ, മലപ്പുറം പി. ഉബൈദുള്ള, മഞ്ചേരി അഡ്വക്കേറ്റ് എം. ഉമ്മർ, ഏറനാട് പി.കെ. ബഷീർ, മങ്കട ടി.എ. അഹമ്മദ് കബീർ, കാസർകോട് എൻ.എ. നെല്ലിക്കുന്ന്, തിരുവമ്പാടി ഉമർ മാസ്റ്റർ, അഴീക്കോട് കെ.എം. ഷാജി,
മഞ്ചേശ്വരം അബ്ദുൾ റസാഖ് എന്നിവരാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ. ലീഗ് തോറ്റ ഇരവിപുരം, ഗുരുവായൂർ, നാദാപുരം, കുന്നമംഗലം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ UDF യോഗത്തിനു ശേഷം പ്രഖ്യാപിക്കും. KT സാലിഹ്, മലപ്പുറം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന് മുകളിൽ പരാജയപ്പെട്ടവരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ KPCCക്ക് പരാതി നൽകി. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം 4 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ 35-അംഗ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവന്നതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ DCC പ്രസിഡന്റ് A. ഷുക്കൂറിനും ജോൺസൺ എബ്രഹാമിനും M. ലിജുവിനും അഡ്വക്കേറ്റ് PJ മാത്യുവിനും ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയപാത ഒരുക്കിയ ഇവരെ മാറ്റി നിർത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജില്ലയിലെ 9 മണ്ഡലത്തിൽ 6 മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരയുന്നത്. ഇതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥിൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. കുട്ടനാടാകട്ടെ KM മാണിയുടെ സീറ്റും. അങ്ങനെ വരുമ്പോൾ 35-ൽ 6 പേർക്ക് മാത്രമാവും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയുക. മാവേലിക്കര സംഭരണ മണ്ഡലത്തിൽ JSS നേതാവായ KK ഷാജുവാണ് മത്സരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് വാദം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDFിനകത്ത് കോൺഗ്രസ് ഒരു ലൈസൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ I ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെയാവും കൂടുതലായി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നേതൃത്വം നൽകുമെന്ന് MM ഹസൻ. എന്നാൽ നേതൃത്വം നൽകുന്ന ആൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നില്ലെന്നും ഹസൻ പറഞ്ഞു. താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, ആ വിവരം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. പാർട്ടി പറയുന്ന എവിടെയും മത്സരിക്കാൻ താൻ തയ്യാറാണെങ്കിലും തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് തനിക്ക് താൽപ്പര്യം. പത്തനാപുരത്ത് ജഗദീഷിന്റെ പേര് ലിസ്റ്റിലുണ്ടെന്നും എന്നാൽ അരൂരിൽ ഉയർന്നു കേട്ട സിദ്ദിഖിന്റെ പേര് ലിസ്റ്റിൽ ഇല്ലെന്നും MM ഹസൻ കൊച്ചിയിൽ പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ ജയിൽ മോചിതനായി. 23 ദിവസത്തെ തടവിന് ശേഷമാണ് കനയ്യകുമാർ ജയിൽ മോചിതനായത്. ദില്ലിയിൽ നിന്നും മനു ശങ്കർ ചേരുന്നു. മനു, വിവരങ്ങൾ. ഹരി, ഇന്ന് വൈകിട്ട് 6:20 തിഹാർ ജയിലിൽ നിന്ന് കനയ്യകുമാറിനെ മോചിതനാക്കിയത്. ജീവന് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി കനയ്യകുമാറിനെതിരെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളരെ രഹസ്യമായി മാധ്യമങ്ങളെ പോലും അറിയിക്കാതെയായിരുന്നു തിഹാർ ജയിലിൽ നിന്ന് കനയ്യകുമാറിനെ മോചിതനാക്കിയത്. തുടർന്ന് ഹരിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് 3 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് കനയ്യെ JNU ക്യാമ്പസിന് സമീപത്ത് വച്ച് പോലീസ് കൈമാറിയത്. എന്തായാലും കനയ്യകുമാർ ഇപ്പോൾ നിലവിൽ JNU ക്യാമ്പസിനകത്താണ്. അല്പസമയങ്ങൾക്കകം ഈ കനയ്യകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു മഹാറാലി JNU ക്യാമ്പസിനകത്ത് നടക്കുന്നുണ്ട്. ഈ റാലിയിൽ അഭിസംബോധന ചെയ്ത് കനയ്യകുമാർ സംസാരിക്കുകയും ചെയ്യും. നിലവിൽ JNU അധ്യാപകൻ തന്നെയാണ് കനയ്യകുമാറിന് ജാമ്യം നിന്നിരിക്കുന്നത്. കനയ്യകുമാറിന്റെ തുടർ പ്രവർത്തനങ്ങൾ മറ്റും തന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും ഈ അധ്യാപകൻ മജിസ്ട്രേറ്റ് മുമ്പാകെ അറിയിച്ചതിന്റെ പിന്നാലെയാണ് കനയ്യകുമാറിന്റെ മോചനം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. ഹരി, ദില്ലിയിൽ നിന്നും മനു ശങ്കർ. AN ഷംസീറിനെ DYFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. M സ്വരാജ് സെക്രട്ടറിയായി തുടരും. 100-അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 25-അംഗ സെക്രട്ടേറിയറ്റിനെയുമാണ് സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. 20% മുകളിൽ വനിതകളുള്ള കമ്മിറ്റിയിൽ 42 പുതുമുഖങ്ങളുണ്ട്. AN ഷംസീറിനെ പ്രസിഡന്റായും P ബിജുവിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. M സ്വരാജ് സെക്രട്ടറിയായി തുടരും. DYFI 13ാം സംസ്ഥാന സമ്മേളനം സമാപിക്കാൻ പോവുകയാണ്. സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും അതിൻ്റെ ഭാരവാഹികളെയും സമ്മേളനം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. 90 അംഗങ്ങളുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് പുതുതായി DYFIക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 25 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന ഭാരവാഹികളെ, സമ്മേളനം തിരഞ്ഞെടുത്ത ഭാരവാഹികളെ അറിയിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി സഖാവ് AN ഷംസീറിനെയും സെക്രട്ടറിയായി M സ്വരാജിനെയും ട്രഷററായി P ബിജുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കേരളത്തിലെ UDF സർക്കാരിനെ താഴെയിറക്കാൻ യുവജനങ്ങളോട് സമ്മേളനം ആഹ്വാനം ചെയ്തു.
പരിസ്ഥിതി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ കൂടുതൽ ഊർജ്ജത്തോടെ ഇടപെടും. മൂന്നാം ലിംഗക്കാരുടെയും ദളിതരുടെയും പ്രശ്നങ്ങളിൽ സജീവമാകും. കാർഷിക മേഖലയിലും യുവാക്കളെ അണിനിരത്താനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. 19 പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. കേരളത്തിലെ യുവജന മുന്നേറ്റത്തിന് പുതിയ ആവേശം പകർന്നാണ് 13ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുന്നത്. തിരൂരിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. BDJS NDAയുടെ ഭാഗമായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി JP നദ്ദ, BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സഖ്യം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഉപാധികൾ ഇല്ലാതെയാണ് BDJS NDA സഖ്യകക്ഷിയായതെന്ന് JP നദ്ദ പറഞ്ഞു. BJP ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച വെള്ളാപ്പള്ളി നടേശന്റെ ഭാരതീയ ധർമ്മജനസേന ഔദ്യോഗികമായി NDAയുടെ ഭാഗമായി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ പങ്കെടുത്ത ചർച്ചയിലെ തീരുമാനം കേരളത്തിന് ചുമതലയുള്ള കേന്ദ്രമന്ത്രി JP നദ്ദ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഉപാധികളില്ലാതെയാണ് BDJS NDAയുടെ ഭാഗമായതെന്ന് JP നദ്ദയും തുഷാർ വെള്ളാപ്പള്ളിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BDJS has joined us unconditionally. There is no condition. It is the nationalist forces who have come together for a very noble cause and for the development of Kerala. Because we are joining unconditional. SNDPയുമായി BDJSന് ബന്ധമില്ലെന്നും സ്വതന്ത്ര പാർട്ടിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. രാജൻ ബാബു ആവശ്യപ്പെട്ടാൽ BDJS സീറ്റ് നൽകുമെന്നും തുഷാർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. അദ്ദേഹം BDJSന്റെ നിയമാവലി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസുണ്ടായപ്പോൾ അതിനുവേണ്ടി വക്കീലായി വന്നു എന്നുള്ളതല്ലാതെ അത് വേറെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സീറ്റ് കൊടുക്കും. എത്ര സീറ്റുകൾ BDJSന് നൽകുമെന്ന കാര്യത്തിൽ BJP ദേശീയ നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. M. സന്തോഷ്, ദില്ലി.